ഒരിടവേളയ്ക്ക് ശേഷം കുമ്പളയിൽ വീണ്ടും കവർച്ച. ജ്വല്ലറി ഉടമയുടെ ടൗണിലെ വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കടന്നാണ് വിലപിടിപ്പുള്ള വാച്ചുകൾ കവർന്നത്. ഇതേ ടൗണിലെ സ്റ്റേഷനറി കടയിൽ കയറിയും കള്ളന്മാർ പണം കവർന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. സോണ ബസാർ ജ്വല്ലറി ഉടമ പരേതനായ മമ്മഞ്ഞി ഹാജിയുടെ കുമ്പള ടൗണിലുള്ള വീട്ടിലാണ് കവർച്ച നടന്നത്. മമ്മഞ്ഞി ഹാജിയുടെ ഭാര്യ സൈനബയും മകൻ റിസ്വാനും ഭാര്യയും ചെങ്കളയിലെ ബന്ധുവീട്ടിൽ നടന്ന കല്യാണ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയ സമയത്തായിരുന്നു കവർച്ച. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കുടുംബം വീട് പൂട്ടിയിറങ്ങിയത്. രാത്രി 12 മണിയോടെ തിരികെ എത്തിയപ്പോൾ വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കാണപ്പെടുകയായിരുന്നു. അകത്തു കയറി നോക്കിയപ്പോൾ അലമാരകൾ കുത്തിത്തുറന്ന നിലയിലും തുണിത്തരങ്ങൾ വാരിവലിച്ചിട്ട നിലയിലും കണ്ടെത്തി. തുടർന്നുള്ള പരിശോധനയിലാണ് വിലപിടിപ്പുള്ള 2 വാച്ചുകളും കള്ളന്മാർ കൊണ്ടുപോയതായി ബോധ്യമായത്. കല്യാണത്തിന് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ പോയിട്ട് ഉച്ചക്ക് പോയത്. പിന്നെ രാത്രി വന്നിട്ടാകുമ്പോൾ ഇവിടെ ഡോറെല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണും. ഈ പൊട്ടിച്ചിട്ട് ഉള്ളിൽ ആൾക്കാരെ വിളിച്ചിരുന്നു, നെയ്ബറിന്. ഉള്ളിലകത്ത് പോയിട്ടാകുമ്പോൾ ഫുള്ള് കഴിച്ചിട്ടിട്ടെല്ലാം ഉണ്ട്. നഷ്ടപ്പെട്ടത് ഇപ്പം എന്താണെന്നുള്ള അറിയില്ല, അതിൽ നോക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ 2 വാച്ച് കാണുന്നത്. കുമ്പള ടൗണിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനറി കടയിലും ഇതേ ദിവസം രാത്രി കവർച്ച നടന്നു. കുണ്ടങ്കേനടുക്കയിലെ രമേശ് നായിക്കിന്റെ കടയാണിത്. പൂട്ടുപൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ 6000 രൂപയുടെ നാണയത്തൊട്ടുകൾ കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. രമേശ് നായിക്കിന്റെ ഈ കടയിൽ ഇത് 4ാം തവണയാണ് കവർച്ച നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.